കേരളത്തിന്റെ സ്വപ്നമായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തറക്കല്ലിട്ടിട്ട് ഇന്ന് 2 വർഷം തികയുന്നു. തറക്കല്ലിട്ടതിനപ്പുറം ഒരു വികസന പ്രവർത്തനങ്ങളും പദ്ധതിയിലുണ്ടായിട്ടില്ല. തർക്കങ്ങളും വിവാദങ്ങളും മൂലം പദ്ധതി കൈവിട്ടുപോകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. അഞ്ചു വർഷമായി കേരളം കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി. ശിലാസ്ഥാപനം നടത്തിയതിനപ്പുറം പദ്ധതിക്ക് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. പദ്ധതി പ്രദേശത്തുള്ള 28 ഏക്കർ ഭൂമിയിലെ സ്വതന്ത്രാവകാശ പ്രശ്നമാണ് തർക്കവിഷയം. സ്വതന്ത്രാവകാശ ഭൂമി സംബന്ധിച്ച് സ്മാർട്ട് സിറ്റിയുടെ അവകാശവാദങ്ങളിൽ തട്ടിയാണ് പദ്ധതി എങ്ങുമെത്താതെ നിൽക്കുന്നത്. തുടക്കത്തിൽ വാഗ്ദാനം ചെയ്ത 12% സ്വതന്ത്രാവകാശ ഭൂമിയുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടണമെന്നത് മാത്രമാണ് ആവശ്യമെന്നും ഭൂമി ഇപ്പോൾ കിട്ടണമെന്നില്ലെന്നും സ്മാർട്ട് സിറ്റി സിഇഒ ഫരീദ് റഹ്മാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വതന്ത്രാവകാശ ഭൂമി സ്മാർട്ട് സിറ്റിയുടെ പുരോഗതിക്കായി മാത്രമാകും വിനിയോഗിക്കുക. എങ്ങനെ വിനിയോഗിക്കണമെന്നത് പദ്ധതി പൂർത്തിയാകുന്ന മുറയ്ക്ക് തീരുമാനിക്കൂ. അതിനുള്ള സ്വാതന്ത്ര്യം കരാർ പ്രകാരം ലഭിക്കണമെന്നാണ് ടികോമിന്റെ ആവശ്യം. എന്നാൽ സ്വതന്ത്രാവകാശ ഭൂമി സംബന്ധിച്ച് കരാറിൽ നിന്ന് വ്യത്യസ്തമായി അസമയത്ത് പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. ഗവൺമെന്റും ടികോമും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഫ്രെയിംവർക്ക് അഗ്രിമെന്റ് ഉണ്ട്, അത് പാലിച്ചാൽ മതി. അത് പാലിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അൺടൈമിലി ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് ഗവൺമെന്റിന് ആ നിലക്ക് സഹകരിച്ചു പോകാൻ വിഷമാവുമല്ലോ. സ്വതന്ത്രാവകാശ ഭൂമി സംബന്ധിച്ച് അടുത്ത 31-നകം വ്യക്തമായ തീരുമാനമെടുത്തില്ലെങ്കിൽ പദ്ധതിയെപ്പറ്റി പുനരാലോചന വേണ്ടിവരുമെന്ന് ജൂൺ മാസത്തിൽ ടികോം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടന്നു. കമ്പനി ഡയറക്ടർ ബോർഡ് യോഗവും ചേർന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ വിജയമുഹൂർത്തമെന്ന് കൊട്ടിഘോഷിച്ച പദ്ധതി ഇപ്പോഴും പദ്ധതി പ്രദേശത്ത് സ്ഥാപിച്ച കല്ലിൽ ഒതുങ്ങുകയാണ്. സ്മാർട്ട് സിറ്റി എന്ന സ്വപ്നഭൂമി ഉയരേണ്ടത് ഇവിടെ ഈ കടമ്പ്രയാറിന്റെ തീരത്താണ്. പക്ഷേ സ്വതന്ത്രാവകാശ ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് ദുബായ് ടികോം കമ്പനി നൽകിയിരിക്കുന്ന സമയപരിധി അടുത്ത മാസം 31-ന് അവസാനിക്കുകയാണ്. അതായത് 45 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ IT മേഖലയിൽ കേരളം സ്വപ്നം കണ്ട 10,000-കണക്കിന് തൊഴിലവസരങ്ങളും കോടാനുകോടികളുടെ നിക്ഷേപവും ഒരു പാഴ്ക്കിനാവായേക്കും. നിർദ്ദിഷ്ട സ്മാർട്ട്